താൻ എടോന്ന് വിളിക്കുമ്പോൾ പുള്ളി തിരിച്ച് അത് നീ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്ന സാധനം. അത് ഷാനവാസിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ കുറെ ട്രോൾസ് ഒക്കെ വന്ന ഒരു വഴക്കുണ്ടായിരുന്നു. ഷാനവാസിന്റെ PR ടീം നല്ലപോലെ നല്ല കൊടുത്ത പണിയെടുക്കുന്നുണ്ട്. ബിൻസിയുടെ കുറെ ഇല്ലായ്മകളും വല്ലായ്മകളും ദാരിദ്ര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാ ആളുകൾക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബിൻസി ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയപ്പോൾ ഈ ഇല്ലായ്മകൾ പറഞ്ഞ ആളുകളുടെ ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അനീഷ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഒരു വന്നതിൽ ഒരു കിടിലൻ കോമണർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അനീഷിനാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് അല്ലെ? അത് പുള്ളിയുടെ ഗെയിമാണ്, അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. വന്ന് അന്ന് തൊട്ട് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കാനും വേണം ഒരു കഴിവ്. അന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞാണ് അനീഷ് ഫേക്കാണ്. പക്ഷേ അയാളുടെ ഗെയിമായിട്ട് അയാൾ വേറൊരു ക്യാരക്ടർ പോലും കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ പിടിച്ചു നിന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ വിജയമാണ്. നിക് നെയിം കൊടുക്കുന്നതും അതിൽ രേണു സുധീനെ സെപ്റ്റ് ടാങ്ക് എന്ന് പേരിടുന്നതും അത് ഭയങ്കര ഇവിടെ പുറത്ത് ഭയങ്കര അത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാ ഫീൽ ചെയ്തത്? അത് റോങ് ആയിട്ട് ഫീൽ ചെയ്തു? ഇപ്പം അക്ബർക്ക് മാത്രമല്ല, നമ്മുടെ ആദില നൂറയും അനീഷ് ചേട്ടനെ പറഞ്ഞു. നമ്മള് ബിഗ് ബോസ് ശരിക്കും ഉദ്ദേശിച്ച ഫണ്ണായിട്ടൊരു സാധനമാണ്. അപ്പൊ അതുപോലെ ഇട്ട ആളുകളും ഉണ്ട്. പക്ഷേ അതിനെ വേറൊരു ഡിഫറെന്റ് ആയിട്ടൊരു വേറൊരു വ്യൂവിൽ ഇട്ട ആളുകളും ഉണ്ട്. എനിക്ക് അതിനോടൊട്ടും യോജിപ്പില്ല. കാരണം രേണു ചേച്ചി നമ്മുടെത്താണ് സങ്കടം പറയുന്നത്. രേണു ചേച്ചി ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് എന്ത് കഷ്ടം. ചേച്ചിക്ക് ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റായിരുന്നു. ശരിയാ. ഏറ്റവും വെൽ പ്ലാൻ ചെയ്യുന്ന ഗെയിമറായിട്ട് ആരെയാ ഫീൽ ചെയ്തേ? കാരണം ഇപ്പോൾ എന്തൊന്നാലും ടോപ്പ് 5 വരും, അറ്റ് എനി കോസ്റ്റ് ടോപ്പ് 5 വരും എന്നുള്ള ഒരാൾ. ടോപ്പ് 5 വരുമെന്ന് അറിയില്ല. പക്ഷെ അനീഷ് ചേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് പറഞ്ഞില്ല, 5 വർഷമായിട്ട് പുള്ളി ഇരിക്കുകയാണ്. അപ്പൊ പുള്ളിക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അത് വന്ന ആദ്യത്തെ ദിവസം, അതായത് ഞങ്ങള് വീട്ടിലേക്ക് കയറുന്ന ആ ഒരു ഞങ്ങളുടെ എൻട്രി സമയത്ത് പോലും പുള്ളി അവിടെ വന്നൊരു ചെയർ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ? പുള്ളി ഇങ്ങനെ ഇരിക്കുക. നമ്മൾ മാറാൻ പറഞ്ഞിട്ട് പോലും മാറുന്നില്ല. വരുന്നവർ എന്നെ കണ്ടു വരട്ടെ, ആ ഒരു എന്റെ അടുത്തേക്ക് വരട്ടെ. അതെ അതെ. അവിടെ തൊട്ട് പുള്ളി അങ്ങ് നമ്മളെ വെറുപ്പിച്ച് ഒരു വഴിക്കാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും. അപ്പൊ അത് കാരണം അനീഷ് ചേട്ടന് പ്ലാൻ ഉണ്ട്. നല്ലപോലെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പ് 5 എത്തുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അനീഷ് നമ്മളിപ്പോൾ 2 വീക്സ് കഴിയുമ്പോൾ അനീഷിന്റെ സ്ട്രാറ്റജി 2 വീക്സിലേക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ 2 ആഴ്ച അയാൾ നിന്ന പോലെ അല്ല, 3rd വീക്കിൽ ആള് ഗെയിം മാറ്റി. ഇനി ആളുടെ സ്ട്രാറ്റജി തീർന്നു പോയതാണോ അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജി ആണോ നമ്മൾ ഇനി കണ്ടറിയണം. എങ്കിൽ പോലും ഈ 3ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളെടുത്ത് നോക്കുമ്പോൾ അനീഷിന്റെ കമ്പാരിറ്റീവ്ലി സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു. ലൈവിലാണെങ്കിലും എപ്പിസോഡ്സിലാണെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് പിന്നെയും പുള്ളി മറ്റേ ടാസ്ക് ചെയ്യുമ്പോഴും പിന്നെ സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ആളുടെ സ്ട്രാറ്റജി കുറഞ്ഞു പോയതായിട്ട് തോന്നിയോ? മറ്റുള്ളവര് ഉയർന്നു വന്നപ്പോ പുള്ളീനെ താഴ്ത്തി അറിയില്ല, എന്താണെന്ന് അറിയില്ല. ചിലപ്പം ഗെയിം മാറ്റിയതാവാം പുള്ളി, എനിക്കൊന്നും അറിയത്തില്ല. കുറച്ചുകൂടെ എനിക്ക് എപ്പിസോഡ്സ് കാണാനുണ്ട്. അതിന്റെ മാത്രമല്ല, മറ്റുള്ളവർക്കൊക്കെ അവിടെ നിൽക്കുന്ന ആളുകളും ചോറ് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് വന്ന് ഫസ്റ്റ് ഡേ തൊട്ട് നമുക്കറിയാം അനീഷ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് ഓരോന്ന് കാണിക്കുന്നത്. ആവശ്യം ഉള്ള കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും, ഞാനൊക്കെ പുള്ളിയെടുത്ത് ഇങ്ങോട്ട് വരുന്നതിന് തലേദിവസം കിച്ചൺ ടീമിന്റെ ഭാഗമായിട്ടൊരു കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കി. നമുക്ക് ഫുഡ് കിട്ടി കഴിക്കാനായിട്ട്, ആ ഫുഡ് നമുക്ക് ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഫുഡ് കേടായി, ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം വന്നു. അപ്പൊ അനീഷ് ചേട്ടനോട് പറഞ്ഞു, അനീഷ് ചേട്ടാ നമ്മൾ ആദ്യം അത് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഫൈറ്റ് ആയി കഴിഞ്ഞ സമയത്തും ഞാൻ ചോദിച്ചതിന് പുള്ളിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളി അങ്ങ് നടക്കുക. അതുപോലാണ് ആര് ചോദിച്ചാലും ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ അനീഷ് വിനോട് നടപ്പാം അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കറിയാം പുള്ളി എന്താണെന്നുള്ളത്. ആ ഹൗസിലുള്ള എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പിന്നെ ബാക്കിയുള്ളവർ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടെ കൊണ്ടായിരിക്കാം. ബിൻസിക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? ഞാൻ പോയിട്ട് ഓൾറെഡി നിങ്ങൾ ഇപ്പം സെലക്ഷൻ കിട്ടിയതിന് ശേഷം കുറേ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരാളുടെ പേര് വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും, ഇനി ഇന്ന ആളുണ്ടാകുമോ എന്നൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ അക്ബർ, അപ്പാനി, ബിന്നി, അനുമോളിലൊക്കെ പേര് എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പം ഓൾറെഡി നമ്മളൊരു റിസർച്ച് നടത്തിയിരുന്നോ? അല്ലെങ്കിൽ ഇന്ന ആളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആളിങ്ങനെയാണെന്നൊക്കെ ഒരു സെർച്ച് ചെയ്ത് ഒന്ന് പഠിച്ചിട്ടൊക്കെയാണോ പോയത്? അല്ലെങ്കിൽ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. ബിഗ് ബോസ് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം
അവിടെ ചെല്ലുമ്പോഴാണ് ആരൊക്കെയാണ്, ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താകും എങ്ങനെ ആകും എന്നുള്ള സാധനം അവിടെ വെച്ചേ നമുക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് നമ്മുടെ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഒരു 10 പേജ് എക്സാമിന് പഠിച്ച് കാണാപ്പാടം പഠിച്ചു പോകണ പോലെ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇപ്പോൾ അനീഷിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, അതുപോലെ ഗെയിം മാറ്റി കളിക്കുന്നവരുണ്ട്, 2 ദിവസം നിന്ന് അല്ലെങ്കിൽ ഒരാഴ്ച നിന്ന് ഒബ്സർവ് ചെയ്തിട്ട് കളിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഏത് രീതിയിലാണോ എന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു പോയ ഒരാളാണ്. നേരത്തെ മുൻകൂട്ടി ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്ത് പോകണമായിരുന്നെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ അനീഷൊക്കെ കണ്ടില്ലേ, അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിച്ചു പോയിട്ട് അവിടെ നമുക്ക് ഇവിടുന്ന് വിചാരിക്കുന്ന ഒരു ലോകമല്ല. അവിടെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് വരുന്നതെന്നും നമുക്കറിയത്തില്ല. അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ചിലപ്പോഴൊക്കെ എന്നെ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, പുറത്ത് ഈ കണ്ടന്റ് പോയി കാണും, പുറത്ത് ആ കണ്ടന്റ് പോയി കാണും, അങ്ങനത്തെ ഒരു സാധനമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത്ര പോലും എന്താ ഫുൾ നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ നമ്മൾ ഇന്ന് സ്ക്രീനിൽ കാണിക്കത്തുള്ളൂ അങ്ങനെ വിചാരിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ രേണു ചേച്ചിനെ പോലെ എന്താ ചെയ്യേണ്ടത്, ഭയങ്കര നിഷ്കളങ്കത എനിക്ക് പുള്ളിക്കാരിനെ കാണുമ്പോൾ തോന്നുന്നത്. ഭയങ്കര ഇന്നസെന്റ് ആ പുള്ളിക്കാരി. അപ്പം അതുപോലെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ അവിടെ പോയത് ഇവിടുന്ന് ഒന്നും ഞാൻ അത് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം, ഗെയിം എന്താണെന്ന് അറിയാം, അതൊക്കെ നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്താണെന്ന് അറിയാം. പക്ഷേ അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്യാം എന്ന് കരുതി കൂട്ടിയല്ല, ചെന്ന് നിന്ന് ആളുകളെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഗെയിം തുടങ്ങാമെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. ഇപ്പൊ കണ്ട ഗെയിമേഴ്സിൽ വെച്ചിട്ട് കപ്പടിക്കാൻ ചാൻസ് ഉള്ള ആരായിരിക്കും? ഇപ്പം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 2 വീക്സ് അല്ലേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താകും ഏതാകും എന്നൊക്കെ. കാരണം ഇപ്പൊ കറക്റ്റായിട്ട് 6 പേര് പറയാൻ പറ്റത്തില്ല. എന്നാൽ ആഗ്രഹം ആരാ കപ്പടിക്കാനോ? ആഗ്രഹം എനിക്ക് അപ്പാനി, അതുപോലെ അക്ബർ. എനിക്ക് ആഗ്രഹം ഒരു കപ്പല്ലേ ഉള്ളൂ. അതെ, ആരെങ്കിലും ഒക്കെ ടോപ്പ് 2 പേരിൽ ആരെങ്കിലും അടിച്ചാൽ സന്തോഷം. അവരിൽ ആരെങ്കിലും അടിച്ചാൽ സന്തോഷം. ഓക്കെ, നമ്മളിപ്പോ ബിൻസിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ 14 ഡേയ്സിൽ ബിൻസിയുടെ കോണ്ടന്റ്സ് നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പുകഞ്ഞ കൊള്ളിപ്പുറത്ത് ടാസ്കില് ഫസ്റ്റ് ഡേ അല്ല ഉറങ്ങിയത്. ഫസ്റ്റ് ഡേ സേഫ് ആയിരുന്നു. പിന്നീടാണ് ഷാനവാസ് ഡബിൾ ഗെയിം കളിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഷാനവാസിനായിട്ട് ഒരു വഴക്കുണ്ടാവുന്നു. അതില് എടി പൊടി എന്നൊക്കെ അങ്ങ് വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അതൊരു കിഡ്ലൻ സാധനമായിരുന്നു. പക്ഷെ തൊട്ടടുത്ത് തന്നെ കയ്യിൽ നിന്ന് പോയി. താൻ എടോന്ന് വിളിക്കുമ്പോൾ പുള്ളി തിരിച്ച് അത് നീ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്ന സാധനം. അത് ഷാനവാസിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ കുറെ ട്രോൾസ് ഒക്കെ വന്ന ഒരു വഴക്കുണ്ടായിരുന്നു. ഷാനവാസിന്റെ PR ടീം നല്ലപോലെ നല്ല കൊടുത്ത പണിയെടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം ആ ഒരു വഴക്ക് പിന്നീട് അപ്പാനി ശരത്ത് ഈ ലാസ്റ്റ് ഡേയ്സിലാണ് എവിക്ട്, പിന്നെ ആ 2 ഡേയ്സിലുള്ള ലൈവിലാണ് അപ്പാനി ശരത്തിനായിട്ടുള്ള ഈ പറയുന്ന സോ കോൾഡ് കോൺട്രോവേഴ്സിയിലേക്ക് പേര് വരുന്നത്. അതല്ലാണ്ട് ബിൻസി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഒരു വേർഡും, പിന്നീട് ഏതെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട് വന്ന കോണ്ടന്റ് ആണ് പറയുന്നത്. നമുക്ക് ലൈവിലും എപ്പിസോഡ്സിലൊക്കെ കാണുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ബിഗ് ബോസ് പുറത്തുവിട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബിൻസി പറയുന്നത് ഈ പറഞ്ഞ പോലെ ചാച്ചൻ ഓട്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല. അതായത് ബിൻസിയുടെ കുറേ ഇല്ലായ്മകളും വല്ലായ്മകളും ദാരിദ്ര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാ ആളുകൾക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബിൻസി ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയപ്പോൾ ഈ ഇല്ലായ്മകൾ പറഞ്ഞ ആളുകളുടെ ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അതായത് അതിനു വേണ്ടി മാത്രം ഇപ്പൊ എങ്ങനെ സെന്റിമെന്റ്സ് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും അത്യാവശ്യം എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് എല്ലാ ദിവസവും അതിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ വീഡിയോ കോണ്ടന്റ് ചെയ്താൽ പോരെ, ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ എന്താ പറയാൻ വന്നത്, അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ പോകണ്ടേ? അതെ, ബിഗ് ബോസിൽ പോയത് ഒരിക്കലും ഇല്ലായ്മകൾ പറയാനല്ല. അങ്ങനത്തെ ഒരു പറഞ്ഞ് ആരുടെയും സിമ്പതി പിടിച്ചു പറ്റിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു സിമ്പതിയുടെ ആവശ്യവും ഇല്ല. പക്ഷേ അത് അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊന്നും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പം ഫാമിലിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 25 വയസ്സ് എൻ്റെ കംപ്ലീറ്റ് ആയി ഞാൻ 26ലേക്ക് കയറി. ഇത്രയും നാളായിട്ട് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വീട്ടിൽ വിളിക്കാറുണ്ട്. എൻ്റെ ലോകം എൻ്റെ വീട്ടുകാരാണ്. അപ്പൊ അത്രയും ദിവസം 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച അവരെ മിസ് ചെയ്യുന്നു. ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ. ഇപ്പൊ അഭിചേട്ടനൊക്കെ ഞങ്ങൾ പരസ്പരം പറഞ്ഞ കാര്യമുണ്ട്, നമുക്ക് വീട്ടുകാരുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അഭിചേട്ടൻ ബിഗ് ബോസിനോടും കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പോൾ പുറത്ത് വന്നപ്പോൾ വീഡിയോ ഉണ്ട്. സീരിയസ്ലി നമുക്ക് മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ മുഖം ഓർക്കാൻ പറ്റുന്നില്ല, അവരെ വിളിക്കാൻ പറ്റുന്നില്ല. എത്ര ബോൾഡ് ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു മാനസികാവസ്ഥയാണ് നമുക്ക്. അത് തന്നെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും ഇന്ത്യയും പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള അവരായിട്ടാണ്. അപ്പോൾ ചാച്ചനെ അമ്മേനെ കുറിച്ച് നമ്മൾ
ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകുന്നതാണ്. എല്ലാവരും അവരുടെ വീട്ടുകാരെ കുറിച്ച്. ഇപ്പം ബിന്നി എപ്പോഴും ഹസ്ബൻഡ് നൂബിൻ ചേട്ടൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് അത്രയും ഇഷ്ടവും നമ്മുടെ അവിടുത്തെ മാനസികാവസ്ഥയും കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ എൻ്റെ അപ്പനെ കുറിച്ച് പറയുമ്പോൾ ബിഗ് ബോസ് വന്ന കാരണം എൻ്റെ അപ്പൻ റിച്ച് ആണെന്ന് എനിക്ക് മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സ്റ്റോറി അതാണ്. അപ്പൊ എല്ലാവരോടും ഇത് പറയുമ്പോൾ അത് വന്നു പോകുന്നു. അത് സിമ്പതിയുടെ പേരിലൊന്നും അല്ല, നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യമാണ്, സത്യം അതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ബിൻസിയുടെ ഒരു കോണ്ടന്റ് എടുത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ മാറ്റേഴ്സ് മാത്രമാണ് വരുന്നത്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളും കോണ്ടന്റ്സ് ഒന്നും തന്നതായിട്ട് ആസ് എ വ്യൂവർ എനിക്ക് തോന്നിയില്ല. അത്രേ ഉള്ളൂ. ഇപ്പം അപ്പാനയുടെ ഗെയിമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഷാനവാസിന്റെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു, അനീഷ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്നാലും ഒരു വന്നതിൽ ഒരു കിടിലൻ കോമണർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ ഇതുവരെ വന്നതിൽ വെച്ചിട്ട്? എല്ലാ കാര്യത്തിലും അനീഷ് അടിപൊളിയല്ല, പക്ഷേ ചില കാര്യങ്ങളിൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യും. അനീഷ് എന്താ പറയാ, അനീഷിനാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് അല്ലെ, അത് പുള്ളിയുടെ ഗെയിമാണ്, അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. വന്ന് അന്ന് തൊട്ട് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കാനും വേണം ഒരു കഴിവ്. അപ്പം അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ചില സമയങ്ങളിൽ അനീഷായിട്ട് നമ്മൾ സംസാരിച്ച് വരുമ്പം അനീഷ് വേറൊരു അനീഷായിട്ട് സംസാരിക്കും, ഭയങ്കര നാച്ചുറൽ ആയിട്ട്, ഒരു സാധാരണക്കാരനായിട്ട്. അന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞാണ് അനീഷ് ഫേക്കാണ്, പക്ഷേ അയാളുടെ ഗെയിമായിട്ട് അയാൾ വേറൊരു ക്യാരക്ടർ പോലും കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ പിടിച്ചു നിന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ വിജയമാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഇത് എത്ര ശത്രുവാണെങ്കിലും നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതാന്ന് തന്നെ പറയും. നല്ലതെന്ന് പറയും. ഇപ്പം നമ്മളിപ്പം രേണുസുതി, നമ്മളിപ്പം ബിൻസിക്ക് പകരം രേണുസുതി വിട്ടാകണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും തീരെ മോശം ഒരു കണ്ടസ്റ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു സരിക പറഞ്ഞ, അതായത് കലാഭവൻ സരിക പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് എനിക്ക് ഈ ആമ്പിളേരുടെ കൂടെ പോയിട്ട് മൽപ്പിടുത്തം ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റില്ല, എനിക്ക് ഇവന്മാരുടെ കൂടെ പോയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ യോഗ്യരാണെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ബ്രൂച്ചൽ മെന്റൽ ഗെയിമാണ്, എങ്കിൽ പോലും ഫിസിക്കൽ ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗെയിമാണ്. അപ്പം എനിക്ക് ഈ ആമ്പിളറുടെ കൂടെ പോയി ഓടാനും ചാടാനും ഫിസിക്കലി ഞാൻ അത്രയും ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരാൾ ബിഗ് ബോസിൽ എങ്ങനെ വന്നു എന്ന് ഒരു വ്യൂവർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ബിൻസിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്കറിയാം അവര് അത്രയ്ക്കും സെലക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്തെടുത്തുനിന്ന് ഞങ്ങൾ എത്രയും പേരെ വീടിനുള്ളിൽ കയറ്റണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവും. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനും എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഉറപ്പായിട്ടും ഉണ്ട്. അത് കണ്ടിട്ടാണ് അവിടെ സെലക്ഷൻ കിട്ടിയത്. അല്ലാതെ ചുമ്മാ പോകുന്ന ഒരാൾക്കും അവിടെ സെലക്ഷൻ കിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിലും നമ്മൾ ചുമ്മാ ചെന്ന് ഒരു ഇന്റർവ്യൂ ജോബിന് അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. ഇന്റർവ്യൂ ഒക്കെ അത്യാവശ്യം നല്ല കഠിനമായിട്ടുള്ള ഇന്റർവ്യൂസ് തന്നെയായിരുന്നു. അതെല്ലാം ഫേസ് ചെയ്ത് അവിടെ എത്തിയ ആളാണല്ലോ ഈ സരികയും രേണുവും എല്ലാം. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ചില സമയത്ത് അവരങ്ങനെ ഫിസിക്കലി പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഒരിക്കലും അവരെ കഴിവില്ലാത്തവരായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും കഴിവുണ്ട്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. പക്ഷേ എന്നാലും നമ്മളൊരു ഷോ അല്ലേ, അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് അവർ ചിലപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു കാണും ഞാൻ ഫിസിക്കലി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഹാൻഡ് പവർ ഉണ്ട്, മസിൽ പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണും. അത് ഇന്റർവ്യൂവിൽ എന്തായാലും ചെക്ക് ചെയ്യില്ലല്ലോ, പഞ്ച് പിടിച്ച് നോക്കുന്നില്ല ബിഗ് ബോസ് ഇന്റർവ്യൂവിൽ നിന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അത് ചിലപ്പോൾ പറഞ്ഞു കാണും. പിന്നെ കൂടുതലും ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഗെയിംസും നിങ്ങളുടെ മെന്റലി എങ്ങനെയായിരിക്കും ഇറിറ്റേറ്റഡ് ആവുന്നതെന്നൊക്കെ ആയിരിക്കുമല്ലോ ഇതിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പം അത് വിശ്വസിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസിൽ ഈ പുള്ളിക്കാരനെ കയറ്റിയത്. അങ്ങനെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്യാങ് ആയിരുന്നില്ല അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂവിന്. നമുക്ക് പോയവർക്കറിയാം അത്രയ്ക്കും. നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ അടുത്ത് കുറച്ചുപേര് ചോദിച്ചു, ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങിയ ഇന്റർവ്യൂവില് ബിൻസിക്ക് ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ, അല്ലെ ബിൻസി പറഞ്ഞതിനൊക്കെ അഞ്ജന മാം തിരിച്ചടിക്കുന്നുണ്ടായിരുന്നല്ലോ. അഞ്ജന മാം ഇന്റർവ്യൂ ബോർഡിൽ ഒരു അംഗമായിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അതുപോലെ ഒരു 8-10 പേര് ചുറ്റും ഇരിക്കുന്നത്. അവരുടെ അടുത്ത് നമുക്ക് അങ്ങനെ ചുമ്മാ ഞാൻ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ കബളിപ്പിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല. അപ്പൊ പഞ്ച് പിടിച്ച് നോക്കുന്നില്ലല്ലോ എന്ന് മസ്താനി പറഞ്ഞില്ലേ. പക്ഷെ നമ്മളെ എന്താണോ നമ്മളെന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിനുള്ളിൽ അവർ നമ്മളെ വിടത്തുള്ളൂ. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നില്ല സരിക ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അകത്ത് കയറിയെന്ന്. പുള്ളിക്കാരിക്ക് ആ സമയത്ത് ഇപ്പൊ ഹൗസിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ സംഭവിച്ചതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും മാറ്റം ബിൻസിക്ക് സംഭവിച്ചോ ഈ 14 ദിവസം അകത്ത്? സംഭവിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. എന്നെ അറിയാവുന്ന ഒരുപാട് പേര് പറഞ്ഞു ഹൗസിലുള്ള ചെന്നപ്പോൾ ബിൻസി ഒരു പാവമായി പോയതുപോലെ തോന്നിയെന്ന്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കും, അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ കുറച്ച് ഒതുങ്ങി. അതായത് വന്ന ഫസ്റ്റ് ഡേ തന്നെ വഴക്കുണ്ടാക്കണ്ട എന്നൊരു സാധനമൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ വഴക്കുണ്ടാക്കണ്ട, കുറച്ച് കൺട്രോൾ ചെയ്യാന്നൊക്കെ. അങ്ങനെ അതെ, അങ്ങനെ കുറച്ച് ഒരു എല്ലാവരും ഒന്ന് നിരീക്ഷിക്കാനും കുറച്ച് സെൽഫ് കൺട്രോൾഡ് ആകാനൊക്കെ ആദ്യമായിട്ട് ലൈഫിൽ കിട്ടിയ ഒരു അവസരമായിരുന്നു ബിഗ് ബോസ്. പിന്നെ കുക്കിംഗ് എന്നെ സംബന്ധിച്ച് ഹോസ്റ്റലൊക്കെ നിന്ന് കാരണം കുക്കിംഗ് പഠിക്കാനുള്ള സമയം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു മാറ്റമായിരുന്നു എനിക്ക്. ഓക്കെ. ഇപ്പൊ നമ്മുടെ നിവിനായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. എന്ത് കോലാണ് അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ആ ഒരു വഴക്ക് പുറത്ത് ആളുകളെ എനിക്ക് തോന്നുന്നു ഷാനവാസിന് അത്ര ഏറ്റെടുത്തില്ലെങ്കിൽ പോലും പുള്ളിയുടെ പ്രൊഫഷനെ റിലേറ്റ് ചെയ്തല്ലേ അങ്ങനെ ഒരു കമന്റ്, എന്തോ ഒരു കമന്റ് പറഞ്ഞില്ലേ, എവിടത്തെ കൊറിയോഗ്രാഫർ? ഞാൻ അങ്ങനത്തെ കോലാന്നല്ല ചോദിച്ചത്. നെവിൻ എവിടെ വന്ന് എപ്പോഴും നമ്മളെ വന്ന് ഒരുപാട് തമാശകൾ കാണിച്ച് ചിരിപ്പിക്കാറുണ്ട്. ഞാൻ അങ്ങനെ നെവിന്റെ തമാശകൾ ഒരുപാട് അങ്ങനെ ചിരിക്കാത്ത ആളാണ്. ഓഫ് കോഴ്സ് എനിക്ക് തമാശകൾ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ പോലും ഫണ്ണാക്കുന്നത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. അപ്പൊ നെവിൻ അങ്ങനെ വരുമ്പോൾ ഞാൻ നെവിനെ ആദ്യത്തെ നോമിനേഷനിൽ നെവിന്റെ പേര് പറയാനുള്ള റീസൺ പോലും അതുകൊണ്ടാണ്. എപ്പോഴും എല്ലാ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും തമാശയായിട്ട് എടുക്കുന്ന ഒരാള് ഒരു എന്റർടൈൻമെന്റ്, കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം അല്ലല്ലോ ബിഗ് ബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നെവിനായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതാണ് പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെ വന്ന് നമ്മളെ കോമിക് കാണിച്ച് ചിരിപ്പിക്കുന്ന ഒരാള് എനിക്കതിനോട് താല്പര്യമില്ല. ആ സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ അടുത്തുനിന്ന് സംഭവിച്ചത്. ഇപ്പൊ നെവിന്റെ കാര്യം എടുക്കുമ്പോ തന്നെ പുള്ളി സ്വയം വിചാരിക്കുന്നുണ്ടോ പുള്ളിയാണ് ബിഗ് ബോസ് ഹൗസിലെ ഒരു എന്റർടൈനർ എന്ന്? എനിക്ക് തോന്നുന്നു പുറത്ത് ആളുകൾ പുള്ളിയുടെ മോഷണ രീതികളും പിന്നെ ക്യാമറ കാണിച്ചുള്ള ഗോഷ്ടിയൊക്കെ കാണുമ്പോൾ ആളുകൾ അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. അഫ്കോഴ്സ് യെസ്, അതിന്റെ പേരിൽ പുള്ളിക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ അത് ഓവർ അല്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം തക്കാളി എടുത്ത് രാത്രി മോഷ്ടിക്കുക, പിന്നെ എന്തൊക്കെയോ ഫുഡ് എടുത്ത് ഒറ്റയ്ക്ക് പോയി കഴിക്കുക. അത്യാവശ്യം വിശപ്പ്, എനിക്കറിയാം നിങ്ങൾക്ക് അവിടെ ഫുഡ് കിട്ടുന്നില്ല, പുള്ളിക്കാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി വിശപ്പിന്റെ അസുഖമുള്ള ഒരാളാണ്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ അവനെ നോമിനേറ്റ് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും പാവമായിട്ട് തോന്നിയത് ആരാ? ഇവര് ശരിക്കും ബിഗ് ബോസിലൊന്നും വരേണ്ട ആളേ അല്ലായിരുന്നു. അങ്ങനെ ബിഗ് ബോസിൽ വരേണ്ട ആളെ എല്ലാവരും തോന്നിയിട്ടില്ല. പക്ഷെ പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ രേണു ചേച്ചി, ശാരിക ചേച്ചിയൊക്കെ നമ്മൾ ഹോട്ട് സീറ്റിലൊക്കെ ഭയങ്കര തകർത്ത്, പുറത്ത് നമ്മൾ അത്രയും എന്താ പറയുക ഭയങ്കര കളിപ്പായിട്ടുള്ള ആളാണ്. അപ്പൊ അകത്ത് വരുമ്പോഴും നമ്മള് ശാരിക ചേച്ചി ഉണ്ടല്ലേ ഇവിടെ അടി നടക്കുന്നതാണ്, നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ്. ഇവിടെ പൊളിക്കും, ഇവിടെ ഇതിലും നടക്കും. പക്ഷെ ചേച്ചി അത്ര വലിയ നമ്മള് ഉണ്ടാക്കിയില്ല. അതെ, പുള്ളിക്കാരി ഭയങ്കര സൈലന്റ് ആയിപ്പോയി. അപ്പൊ ഞങ്ങള് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞത് ശരിക്കുള്ള ശാരിക ഇതാണ്, ശരിക്കും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്നെ കാണിക്കാനാ വന്നത്. അത് പുള്ളിക്കാരിയുടെ ഭാഗത്തെ ന്യായമാണ്. അപ്പൊ ശരിക്കും പാവമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രേണു ചേച്ചീനെ ശാരിക ചേച്ചീനെ ഒക്കെ. ഇറങ്ങാൻ നേരം ഞാൻ ശാരിക ചേച്ചിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ടാ പോരുന്നത്, മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു ഞങ്ങള്. ഈ ഷാരിക്കയുടെ കാര്യം ശരിയാണ്. നമ്മൾ ഹോട്ട് സീറ്റ് കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഇപ്പം രേണുവിടെ അടുത്തുള്ള ഒരു ആ ഹോട്ട് സീറ്റ് സെഗ്മെന്റ് ഒക്കെ കാണുമ്പോൾ അകത്ത് ചെല്ലുമ്പോൾ രേണു ഷാരികയും തമ്മിലൊരു കിടിലൻ ഫൈറ്റ് നടക്കും. ഇപ്പൊ ആദിലനൂറ രേണു തമ്മിൽ പുറത്ത് ഇഷ്യൂസും വീഡിയോസ് ചെയ്യലും പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അകത്ത് ചെല്ലുമ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റ് നടക്കും. അങ്ങനെ കുറെ ആളുകൾ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് വിചാരിച്ച ആളുകൾക്ക് കിട്ടുന്നത് കാറ്റുപോയൊരു ബലൂൺ പോലെയായിരുന്നു. അപ്പം അതും ഒരുപക്ഷെ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ശാരികക്ക് ഫാൻസ് കൂടിയേക്കാം. ഇവർ ഇത്ര നല്ല സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ ഇതെന്ത് ഇവർ ഫുള്ള് പുറത്തിങ്ങനെ, അപ്പോൾ അത് ആക്ടിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലും ഗെയിം മാറാം. ഏതായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ ചാൻസ്? പുറത്തുനിന്ന് നിങ്ങൾ വിചാരിക്കരുതേ ആവശ്യമില്ലാത്തതൊന്നും. കാരണം അകത്ത് എല്ലാവരും വേറൊരു മാനസികാവസ്ഥയിലാണ് പോകുന്നത്. അപ്പം അകത്ത് ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അവരുടെ അവസ്ഥ, അതല്ലെങ്കിൽ അവരുടെ ഗെയിം പ്ലാൻ അങ്ങനെ ആയിരിക്കും. അപ്പം ശരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ റീസൺസ് ഉണ്ട്. അനുമോളിലേക്ക് വരുമ്പോൾ, അനുമോള് വന്ന സമയത്ത് എന്ത് പറഞ്ഞാലും കരയുന്ന ഒരാളാണ്. അപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ അനുമോളുടെ ഫ്രണ്ട്സിൻ്റെ ഇവൻറ്റ്സിനൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവർ ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് അനുമോളുടെ ഗെയിം എന്ന്. പുള്ളിക്കാരി നോർമലി ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് പറയുമ്പോൾ പോലും തൊട്ടതിനും പിടിച്ചതിനും ഇപ്പം ഗീസയിൽ ഹൈറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോയിട്ട് കരയാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കരയുന്നത് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അതൊരു ഡ്രാമ ക്വീൻ ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ അനുവിൻ്റെ അടുത്ത് അവിടെ വെച്ച് തന്നെ അനു കരയുമ്പോൾ പറയാറുണ്ടായിരുന്നു, അനു കരയരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ. കാരണം കരഞ്ഞു കളയുന്ന സമയത്ത് നിനക്ക് പറയാനുള്ള പോയിന്റ്സ് മിസ്സാവും. നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് നീ പറഞ്ഞെങ്കിലേ അറിയുള്ളൂ ബാക്കിയുള്ളവർക്ക്. ഞങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പണിയിലായിരിക്കും. നിങ്ങളാണല്ലോ ഫുൾ ടൈം ഞങ്ങളെല്ലാം എന്തൊക്കെയായാലും ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ നമുക്ക് ഒരു സമയത്ത് നടക്കുന്ന ഒരു ഇൻസിഡന്റ് മാത്രമേ ചിലപ്പോൾ കണ്ണി കാണുന്നുള്ളൂ. കിച്ചണൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വേറെ ഒന്നിലും ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അനു നീ പറ, നീ പോയിന്റ്സ് പറഞ്ഞിട്ട് നിനക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ വാഷ്റൂമിൽ പോയി കര, എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ കരയുന്നത്? അനു കരയുന്നത് അവിടെ അകത്ത് തന്നെ എല്ലാവരും ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് അനുവിനെ ഇഷ്ടമായിരുന്നു കേട്ടോ. അനു അറിയാണ്ട് കരഞ്ഞു പോകുന്നത് ആ കുട്ടി. പക്ഷെ ഞാൻ അനുവിൻ്റെ അടുത്ത് പറയാനു, നീ കരയുന്നത് കൊണ്ട് തന്നെ ആളുകൾ ചിലപ്പോൾ നീ ഡ്രാമ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫേക്ക് ആണെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ജിഷേലിന്റെ സീൻ വന്നപ്പോഴും ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞൊരു സാധനം,
അനു അങ്ങ് കരഞ്ഞ് ഒരു ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു അനു. ഭയങ്കര ഡ്രാമ ക്രിയേറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. പക്ഷേ അത് ഡ്രാമയാണോ അല്ലോ എന്ന് അനുവിനെ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയത്തില്ല ആ കുട്ടിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി, എനിക്ക് സങ്കടം തോന്നി. ഞാൻ ഓടി ചെന്നപ്പോൾ അനു ഇങ്ങനെ കൈ എടുത്തപ്പോൾ ഒരു ഇടി എൻ്റെ മൂക്കിയിട്ടും കിട്ടി. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു എനിക്കും കിട്ടി ഇടി. പക്ഷേ നമ്മളതിവിടെ ആളെ കൂളാക്കാനാ നോക്കിയത്. എന്നിട്ടാണ് ഞാൻ ചെന്നിട്ട് അപ്പാനിയുടെയും അക്ബറിന്റെ അടുത്തൊക്കെ ചിലപ്പോൾ അവരെന്നെ ഫയർ ചെയ്യുന്നത്. കാരണം ഞാനുവിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി സരിക ചേച്ചിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അനുവിന്റെ ഭാഗത്ത് എന്തൊക്കെയോ ന്യായം ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അവിടുത്തെ അവസ്ഥയിൽ പുറത്തും അനു പെട്ടെന്ന് കരയുന്ന ആളാണെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ നല്ല പാടാ. ചെറിയൊരു കാര്യം കിട്ടി എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മളങ്ങ് കോർണർ ചെയ്യും. അതെ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യും, നല്ലപോലെ ഒറ്റപ്പെടലൊക്കെ. കാരണം കണക്ഷൻ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കണക്ഷൻ വരും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എൻഡ് എന്ന് പറഞ്ഞാല് ഭയങ്കര ട്രൂ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ. അപ്പൊ അവസാനം നമുക്കറിയാം എല്ലാരും ഗെയിം തന്നെയാണ് കളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ സാധനം വരുമ്പോൾ പെട്ടെന്ന് വീക്ക് ആവുന്നതായിരിക്കും. ഈ അക്ബർ അപ്പാനി ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി അവർ തമ്മിൽ ഒന്നിച്ച് കിടക്കുന്ന, അവർ നൈറ്റ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും ഗെയിം പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുന്നില്ല എങ്കിൽ പോലും ഭയങ്കര കാര്യമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ആൻഡ് അപ്പാനി ഞാൻ കണ്ടെടുത്തോളം ആളുകൾ വിചാരിക്കും ഞാൻ അപ്പാനി ഹെയ്റ്റർ ആണെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ചോദിക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇഷ്ടമല്ല, അങ്ങനെ പറയാൻ പാടില്ല. അത് വേറെ കാര്യം. ഇതുവരെ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇതുവരെ നമ്മള് ഇന്ന ആളുടെ ഫാൻ ആകണം എന്ന് ആർക്കും തോന്നി തുടങ്ങിയിട്ടില്ല. കുറച്ചും കൂടി നല്ല ഗെയിമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇന്ന ആള് കൊള്ളാം എന്ന് തോന്നും. കുറച്ച് വെയിറ്റ് ചെയ്യാം, ഒരു 3-4 വീക്കും കൂടെ കഴിയട്ടെ. അപ്പൊ അപ്പാനി ഈ പറഞ്ഞ പോലെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും. ഞാൻ കണ്ടത് പല ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കുക. എനിക്ക് കുറച്ച്, അതായത് നമ്മൾ കേൾക്കണം, എനിക്ക് കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കണം, അപ്പോൾ കുറച്ച് കാശ് കിട്ടും, ആ കാശ് കൊണ്ട് എനിക്ക് കടങ്ങൾ തീർക്കാം. എവിക്റ്റ് ചെയ്യുന്നത്, അതായത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഉള്ളിൽ നോമിനേഷൻ വന്നാലാണല്ലോ വേളയിലേക്ക് വരുന്നത്. ഉള്ളിൽ നിങ്ങൾ സേഫ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പ്രേക്ഷകരുടെ കയ്യിലേക്ക് നിങ്ങൾ പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഒരു ഗ്യാങ് ഉണ്ടാക്കി അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ അക്ബർ അപ്പാനി ഗ്യാങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? അവരങ്ങനെ ഗ്യാങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു എന്നതിലുപരി ഇപ്പം എന്താ നമ്മുടെ മസ്താനി പറഞ്ഞ പോലെ ഞാൻ ഫുൾ അക്ബറിനെ കുറിച്ചായിരുന്നു ആലോചന. മസ്താനി ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ഗെയിം പ്ലാൻ ഒന്നും നടക്കുന്നില്ല. ചിലപ്പം അവരൊരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവർ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം, ഞാനൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോമിനേറ്റ് ചെയ്യും, പരസ്പരം വഴക്കുണ്ടാകും. സത്യം നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇതുവരെ കൺവിൻസ് ചെയ്യാൻ അവർ വന്നിട്ടില്ല കേട്ടോ. നമ്മള് പുറത്ത് പുകഞ്ഞ ഉള്ളിൽ പുറത്തുനിന്ന് കിടക്കുന്ന സമയത്തും ഷാനവാസിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പോലും ഷാനവാസ് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ എല്ലായിടത്തും ഇരുന്ന് പറയുന്നുണ്ട്, അവർ നിങ്ങളടുത്ത് സംസാരിക്കാൻ വന്നല്ലേ. അപ്പൊ നമ്മുടെ എന്താ ശൈത്യ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു, ജിസേൽ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ടില്ല, എൻ്റെ അടുത്ത് രണ്ടുപേരും വന്നിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടുമില്ല. ഇന്ന് വരെ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെ അങ്ങനെ ചെയ്തുകൂടെ അങ്ങനത്തെ ഒരു സാധനം ചോദിച്ചിട്ടും പറയാനും വന്നിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വീഡിയോ കാണുമ്പോൾ പറയുന്നത് ഇവരതിനോട് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു ബിൻസി ഭയങ്കര സ്ട്രോങ് ആണ്, അവളും മിക്കാറ് അവൾ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, അവളെ പുറത്താക്കണം എന്നൊക്കെ ആ വഴക്കിൻ്റെ ഇടയ്ക്കുള്ള എൻ്റെ ഒച്ചമകളൊക്കെ കണ്ടിട്ട് ഇവർ പറയുന്നത്. ഇന്ന് വരെ അങ്ങനെ വന്നിട്ടില്ല. മറ്റുള്ളവർക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഓൾമോസ്റ്റ് സരിക ചേച്ചി, ബിന്നി, ആ ഒരു ടീമൊക്കെ ആയിട്ട് ഇവർ ഭയങ്കര കമ്പനിയാണ്. ചിലപ്പോൾ കൂട്ടിന്റെ പുറത്ത് സംസാരിക്കുന്ന കാഷ്വൽ ടോക്കുകൾ പുറത്തിറങ്ങിയപ്പം അങ്ങനെ ആയതായിരിക്കാം. ഈ കലാഭവൻ സരിക ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ റീസെന്റ് ആണ് അക്ബർ അപ്പാനി ജിസേലിനെയൊക്കെ താങ്ങി നടക്കാൻ തുടങ്ങിയത്. അതായത് ആള് പറയുന്നുണ്ട് എനിക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളും കൂടെ ഇടപെടണം, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ട് സീറ്റിന്റെ ഇഷ്യൂ വരുമ്പോൾ ഈ പറഞ്ഞ അക്ബറൊക്കെ കൂടിയിട്ട് ഇടപെട്ടിട്ട് ലാസ്റ്റ് അവര് കരഞ്ഞു മാപ്പ് പറഞ്ഞിട്ട് ആ സീ മൊത്തത്തിൽ ചളാക്കി കൊളാക്കി. അപ്പോൾ ആ ഒരു സാധനം ഇപ്പം കലാഭവൻ സരിക അതായത് ഇവരൊന്ന് താങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാം, അങ്ങനെയുള്ള ഒരു പ്ലാൻ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റീസെന്റ് എപ്പിസോഡ്സ് ഒക്കെ കണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അവിടെ ആരെയും താങ്ങി നിന്നല്ല സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഇന്ന ആളുണ്ടെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലത്. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സരിക ചേച്ചി ഇല്ലായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഒരു നിക് നെയിം കൊടുക്കുന്ന ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രോവേഴ്സി ആയതും അതുവരെ അക്ബർ ഖാൻ കൊള്ളാം, നല്ലൊരു പ്ലെയർ ആണെന്ന് പറഞ്ഞ് നിന്ന് തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ അതായത് കമ്പാരിറ്റീവ്ലി പുറത്ത് അക്ബർ ഖാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളൊരു പേരായിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിമറിനെ കംപ്ലീറ്റ്ലി കൊളാപ്സ് ഇതാക്കി കളഞ്ഞൊരു ടാസ്ക് ആയിരുന്നു.
നിക് നെയിം കൊടുക്കുന്നതും അതിൽ രേണു സുധീനെ സെപ്റ്റ് ടാങ്ക് എന്ന് പേരിടുന്നതും അത് ഭയങ്കര ഇവിടെ പുറത്ത് ഭയങ്കര ഇപ്പൊ നോക്കുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. പിന്നെ പുള്ളി ഒരാഴ്ച കൊണ്ട് മാപ്പ് ക്ഷമിക്കണം. അത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാ ഫീൽ ചെയ്തത്? അത് റോങ് ആയിട്ട് ഫീൽ ചെയ്തു? ഇപ്പം അക്ബർക്ക് മാത്രമല്ല, നമ്മുടെ ആദില നൂറയും അനീഷേട്ടനെ പറഞ്ഞു. നമ്മള് ബിഗ് ബോസ് ശരിക്കും ഉദ്ദേശിച്ച ഫണ്ണായിട്ടൊരു സാധനമാണ്. അതായത് ഇത്രയും സീരിയസ് അല്ലാത്തൊരു മറുപടി ആയിരിക്കാം ഉദ്ദേശിച്ചത്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് രസകരമായിട്ട് അത് ചെയ്യായിരുന്നു, നിങ്ങൾ അങ്ങനെ ആകും എന്ന് വിചാരിച്ചില്ല. ഞാൻ അനീഷേട്ടൻ ഇട്ട പേര്, അനീഷേട്ടൻ ഭയങ്കര ഫേക്ക് ആണ്, ഞാൻ കാരണമൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്നിട്ടാ പറഞ്ഞത്, ഭയങ്കര ഫേക്ക് ആണ്, നിലപാടില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഫേക്ക് കൂട്ടൻ എന്നൊരു പേരാണ്. ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് അതിനകത്ത് ഇടാൻ നോക്കി. അതുപോലെ അനു, പാവക്കുട്ടി, അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ഇട്ടത്. അപ്പൊ അതുപോലെ ഇട്ട ആളുകളും ഉണ്ട്. പക്ഷേ അതിനെ വേറൊരു ഡിഫറെന്റ് ആയിട്ടൊരു വേറൊരു വ്യൂവിൽ ഇട്ട ആളുകളും ഉണ്ട്. എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം രേണു ചേച്ചി നമ്മുടെ അടുത്താണ് സങ്കടം പറയുന്നത്. രേണു ചേച്ചി ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് എന്ത് കഷ്ടം, ചേച്ചിക്ക് ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റായിരുന്നു. ശരിയാ, രേണു ചേച്ചി എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, എന്നെ അങ്ങനെ വിളിച്ച ശരിയാണോ? അപ്പൊ നമ്മൾ അക്ബറേട്ടാ കൺവിൻസ് ചെയ്യുന്ന പറയുമ്പോ നമ്മൾ കിച്ചൺ ടീം ആണല്ലോ, ഒരു ചപ്പാത്തി ഷേപ്പിലുണ്ടാക്കി ഞാനാണ് രേണു ചേച്ചി ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരി ഇത് ഭയങ്കര വിഷമായി. എനിക്കും അതത്ര പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് അനീഷിന് ആദില നൂറ ഇട്ട പേര് ഇത്രയും ഇഷ്യൂ ആയില്ല? അനീഷിനോട് പ്രേക്ഷകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട്? ശരിയാ, പുറത്തതൊന്നും ചർച്ചയായില്ല, ഒന്നും ചർച്ചയായില്ല. നിങ്ങൾ ആവശ്യമില്ല കോർണർ എഴുതും പ്രേക്ഷകരെ. അതെ, മോശമായി പോകുന്നു, വളരെ മോശമാണ്. ഞാൻ അത് ആലോചിക്കുകയും ചെയ്തു. അവിടെ സെപ്റ്റ് ടാങ്ക് ആണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ അതിലുള്ളൊരു സാധനത്തിന്റെ പേര്. അയ്യോ, അത് ഭയങ്കര അതിലെ നൂറൊക്കെ ഭയങ്കര അതിനെ എക്സ്പ്ലെയിൻ ചെയ്താ പറഞ്ഞത്. അപ്പം എനിക്കറിയില്ല. പിന്നെ വീടിന്റെ ഉള്ളില് വലിയ പ്രശ്നമാകാത്തത് എനിക്ക് തോന്നുന്നു എല്ലാവരും അനീഷ് ഹേറ്റേഴ്സ് ആണല്ലോ വീടിന്റെ ഉള്ളിലുള്ളത്. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ഈ വീക്ക് നോമിനേഷൻ ഇല്ല ആള്, രേണു ചേച്ചി ഇല്ല. അതെന്താ? ഗെയിം മാറിക്കൊണ്ടേ, അതാണ് ബിഗ് ബോസ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുന്നിടത്ത് ആയിരിക്കില്ല. ഈ ആര്യൻ ജിസേൽ തമ്മില് ഒരു ഭയങ്കര, അതായത് എന്ത് പറഞ്ഞാലും ആര്യൻ പറയും ജിസേൽ, ജിസേൽ പറയും ആര്യൻ. ഗെയിംസിലാണെങ്കിലും എന്തെങ്കിലും സെലക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്. അത് എന്താ, ഓൾറെഡി അവർ ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഫ്രണ്ട്സ് ആയതാണോ അറിയില്ല. അവരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് എന്താ തോന്നുന്നു? പുറത്ത് അവർക്ക് പരിചയം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ വീടിനുള്ളിൽ വന്നിട്ട് നല്ലൊരു വൈബാണ്, ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതിനുള്ളിൽ എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ്, അത് വേറെ കാര്യം. എങ്കിലും ആര്യനും ജിസേലും എനിക്ക് തോന്നുന്നു ഇവർക്ക് മലയാളം അറിയില്ല. പിന്നെ സംസാരിക്കാൻ ജിസേൽ ഇങ്ങനെ കഷ്ടപ്പെടും, പക്ഷെ അവൾ ട്രൈ ചെയ്യും കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ആര്യൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു നല്ലൊരു എടാ പോടാ വൈബാണെന്നാണ് തോന്നുന്നത്. ഈ സേഫ് ഗെയിം കളിക്കുന്ന ആരായിട്ടാ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്കറിയില്ല. കണ്ടതിൽ ഇപ്പൊ 3 ആഴ്ച ആയില്ല, ഇന്നിപ്പോ 2 ആഴ്ച. ഞാൻ 2 ആഴ്ച അകത്ത് നിന്നു. ഫ്രൈഡേ അത് വെച്ച് നോക്കുമ്പം നമുക്ക് കൃത്യമായിട്ട് ഒരാളുടെ പേര് പറയാൻ പറ്റത്തില്ല. ഇനിയും പുറത്തു വരാനുണ്ട് ആളുകൾ. തനി സ്വരൂപം ഇനി പുറത്ത് വരണം, ഇനിയും ഒരുപാട് വരാനുണ്ട്. ആദില നൂറയുടെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും നിങ്ങളെക്കാൾ ഭയങ്കര പ്രിവിലേജ് ആണ് അവർക്ക്. കാരണം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. മെന്റലി അവർ സ്ട്രോങ് ആണ്. പക്ഷെ എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ആ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ലക്ക് അവർ യൂസ് ചെയ്യാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി നൂറ് ഭയങ്കര ആക്റ്റീവേ അല്ല. അങ്ങനെ തോന്നിയിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലിരുന്ന ആൾക്കാരല്ല, ഞങ്ങളെക്കാൾ കൂടുതൽ അവരെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളല്ലായിരുന്നോ? അപ്പം അത് തോന്നിയിട്ടുണ്ടോ? കാരണം അതിൽ പിന്നെയും സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ നൂറ് കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു വൈബാണ്. ചിലപ്പം അവരങ്ങനെ ആയിരിക്കാം, അത് കഴിഞ്ഞ് പുറത്ത് വരാമെന്നുള്ള രീതിയിലായിരിക്കാം അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിയില്ല. പക്ഷേ ഞങ്ങൾ എപ്പോഴും പറയാം, അവർക്ക് കിട്ടിയൊരു ഭാഗ്യമാണത്. ഒരുമിച്ച് ഫുൾ ടൈം ഉണ്ടാകും, എല്ലാം ഡിസ്കസ് ചെയ്യാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്ത് വേണമെന്ന് നമ്മൾ എപ്പോഴും അവിടെ ചിന്തിക്കാറുണ്ട്. ഞാൻ മുഖം പോലും ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളെ വേണ്ടപ്പെട്ടവർ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ പോലും ഇവർ അടുത്തുണ്ട്. നമ്മളെപ്പോഴും പറയും നിങ്ങളുടെ ഭാഗ്യമാണതെന്ന്. ചിലപ്പോൾ കുറച്ചുകൂടെ അവർ പുറത്തു വരാനുണ്ടാകാം, അല്ലെങ്കിൽ അവർ അങ്ങനെ ആയിരിക്കാം. എനിക്ക് അവരെക്കുറിച്ച് പുറത്തുള്ളവരെന്താണെന്ന് അറിയത്തില്ല. അകത്ത് വെച്ച് നോക്കുമ്പം അവരിനിയും ആക്റ്റീവ് ആകാനുണ്ട്, വരുമായിരിക്കും. ശരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 7ന്റെ പണി ആണെന്ന് തോന്നിയോ? അയ്യോ, അത് ചോദിക്കാനുണ്ടോ? 7ന്റെ അല്ല 17ന്റെ പണിയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പണിയാണ്. അയ്യോ എന്റെ അമ്മോ. ഈ പണിപ്പുര കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, വളരെ നല്ലൊരു തീരുമാനം. അതെ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കാരണം ഇതുവരെ ഇപ്പം എന്താ പറയാ, നമ്മൾ ഒരു ഡ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം ഇട്ടോണ്ടിരുന്ന ബിഗ് ബോസ് വരുന്ന ഡ്രസ്സാണ്. നമ്മുടെ മെഷർമെന്റ് മാത്രം അവരുടെ അടുത്തുള്ളൂ. അത് ബിഗ് ബോസ് വരുന്നായിരുന്നു, നിങ്ങളുടെ എടുത്തു തന്നതല്ല? അല്ലല്ല, ഞങ്ങള് എല്ലാവരും നല്ല ഡ്രസ്സുകൾ വീട്ടിലിടാനായിട്ട് കൊണ്ടുപോയി.
അതല്ലാണ്ട് അവിടെ ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുപോയി, വീക്കെൻഡിൽ കൊണ്ടുപോയി. വീക്കെൻഡ് ഡ്രസ്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഡെയിലി ഇടുന്നതെല്ലാം ബിഗ് ബോസ് ചൂസ് ചെയ്ത് തരുന്ന സാധനങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മള് ഒരു സാധനമൊക്കെ കാണാണ്ട് സെലക്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ബിഗ് ബോസ് അങ്ങ് തരും, നമ്മൾ ഇട്ടോണം. അത് 2 ജോഡി ഉടുപ്പ് മാത്രം, അത് 2 ആഴ്ച അലക്കി 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 ഇടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഫേസിലിടാൻ ഒന്നുമില്ല, എണ്ണയില്ല, നമുക്ക് ഷാംപൂ, ബ്രഷ്, പേസ്റ്റ്, സോപ്പ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അതും ബിഗ് ബോസ് തന്നിട്ടുള്ള സാധനമാണ്. 2 ആഴ്ചത്തേക്ക് ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. എനിക്ക് എന്തെങ്കിലും റിസ്ക് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എന്താകും. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈ ആയി, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, ഹെയർ ഒക്കെ എല്ലാം കൊളായി. അപ്പോൾ എങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. പണിപ്പുര കയറി സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ഒരു പാൻറ് എടുക്കുന്നത്. അതിന്റെ പേര് ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് വെറുതെ ആയി പോകും. പിന്നെ അടുത്ത ഒരാഴ്ച കാത്തിരിക്കണം ടോപ്പ് വരാനായിട്ട്. ഭയങ്കര രസമുള്ളൊരു ലൈഫായിരുന്നു അത്. 7ന്റെ പണി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പണിയായി പോകുമെന്ന് പറഞ്ഞാലും ആ പണീനെ അതിന്റെ സെൻസിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. അതാണ് എനിക്കിപ്പോ തിരിച്ചു വരുമ്പോൾ റിഗ്രറ്റ്, അയ്യോ അവിടെ പണിയൊക്കെ കൊടുക്കുന്നതാണ് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് തോന്നിപ്പോണം. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ട സീസണിൽ വെച്ചിട്ട് പണിപ്പുര കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് സംഭവം തന്നെയാണ്. നിങ്ങളൊക്കെ മേക്കപ്പ് ഇല്ലാതെ കാണാലോ. മേക്കപ്പ്, ഡ്രസ്സ് എല്ലാം ഭയങ്കര. നമുക്ക് ഫുഡൊക്കെ അവിടെ വരുന്ന സമയത്തോ, ഞാൻ വലിയ നോൺ വെജ് ലവറൊന്നും അല്ല, എങ്കിലും എല്ലാവരും മറ്റേ മട്ടൺ, ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഫുഡ് ആയിരിക്കാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന്റെ വില അറിഞ്ഞു. സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച്, ഞങ്ങൾക്ക് ആപ്പാടെ ഉണ്ടായിരുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, പഞ്ചസാര, അരി, പിന്നെ സവോള, തക്കാളി, അത് മാത്രമേ ഉള്ളൂ. കിഴങ്ങ്, പരിപ്പ്, ഇത് വെച്ച് നമ്മൾ 3 നേരം കഴിക്കുക. ഗോതമ്പ് പൊടി വെച്ച് നമ്മൾ എപ്പോഴും രാവിലെ രാത്രിയൊക്കെ ചപ്പാത്തി. ഇനി ചോറ് തീർന്നു പോണ സമയത്ത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് കഞ്ഞിയാക്കി ഒരു തവിയെങ്കിൽ ഒരു തവി എല്ലാവരും കൂടെ അത് ഡിവൈഡ് ചെയ്ത് കഴിക്കുമ്പോഴൊക്കെ വേറൊരു ഫീലാണ്. പക്ഷേ ചില സമയത്ത് നിങ്ങളുടെ ഇപ്പം ചിക്കൻ വന്നു, മട്ടൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നിയിട്ടുണ്ട്. അയ്യോ പാവങ്ങളെന്ന് ശരിക്കും. പക്ഷെ അത് ശരിക്കും സീരിയസ് ആയിട്ട് തോന്നി. പക്ഷെ അല്ലാണ്ട് സഹതാപമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അപ്പാനി ഷെടുത്ത് ഇപ്പം എവിക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ, ഈ അപ്പാനിയുടെ കേസ് ഇതുവരെ മസ്താനിക്ക് വിടാറായിട്ടില്ല. എന്റെ ദൈവമേ. അപ്പാനി ഷെടുത്ത് എവിക്റ്റ് ആയിട്ട് വരും, ഐ മീൻ ഓക്കെ, ഷോ കഴിഞ്ഞതിന് ശേഷം ഇനി എവിക്റ്റായെന്ന് പറയുന്നത്. ഷോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണുവാണെങ്കിൽ ആദ്യം ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? സുഖാണോ, എങ്ങനെ ഉണ്ടായിരുന്നു, അതൊന്നല്ല. അല്ലാതെ അതായത് ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻസ് തരാം. ഈ ഗെയിം ഫേക്ക്, അതായത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കണ്ടസ്റ്റന്റിനോട് കൂടുതൽ ഇടപഴകിയതെന്നായിരുന്നു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് ഷാനവാസിന്റെ മുന്നിൽ മുട്ടുമടക്കി സ്റ്റിൽ അപ്പാനെ എണീറ്റിട്ടില്ല, അതാ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പോലെയാ, ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അപ്പം അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ ബിൻസി എവിക്റ്റായ അന്ന് നൈറ്റ് ഭയങ്കര വിഷമത്തിൽ ബിൻസിയുടെ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു, അത് ലൈവിലുണ്ടായിരുന്നു, അത് ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് റെന ഫാത്തിമയും ജിസയിലും പറയുന്നുണ്ട്, ഓ ഹൗ റൊമാൻറ്റിക് ഹീസ് എന്ന്. അപ്പോൾ റെന പറയുന്നത്, ഓ എനിക്ക് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ് ഒക്കെ അവർ പറയുന്നുണ്ട്. സ്ക്രീൻ സ്പേസ് കിട്ടിയില്ലേ ഇല്ല, പക്ഷെ അവരുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, സൗണ്ടിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇതിലൊക്കെ ഏതായിരിക്കും ചോദിക്കാൻ പോകുന്നത്? ഞാൻ ഇതിലൊന്നും ചോദിക്കത്തില്ല. കാരണം ഇത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ ആയിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും അപ്പാനിക്കും. കാരണം ഞങ്ങൾക്കറിയാലോ ഞങ്ങൾ എന്താണെന്നുള്ളത്. അത് കാരണം ഞാൻ ഇങ്ങനൊരു കാര്യം ചോദിക്കത്തില്ല. നേരെ പുള്ളി പോണ രേഷ്മച്ചിട്ട് അടുത്തേക്കായിരിക്കും. കാരണം എനിക്കറിയാം അവർ തമ്മിലുള്ള ബോണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കും, മനസ്സിൽ എല്ലാവരെയും കുറിച്ച് വിചാരിച്ച് വെച്ചിരുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത്. കാരണം ഇവര് ഓരോരുത്തരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ മിടുക്കന്മാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവര് എത്രത്തോളം ആൾക്കാരെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഗെയിം അവരതനുസരിച്ചാണ് ഗെയിം ചെയ്യുന്നത്. ഇപ്പൊ അക്ബറും അപ്പാനെയും കൂടെ അവൻ ഇരിക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഗ്യാങ് ആണെന്ന്. പക്ഷെ അവർ ഓരോരുത്തരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്, അത് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കും, പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വിചാരിച്ചതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് മാത്രം ചോദിക്കും എല്ലാവരെയും കുറിച്ചും.